ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ 1ാം റാങ്കാണ്. ഞങ്ങളുടെ ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 10 മാസം ആവുന്നു. എനിക്ക് അഡ്വൈസ് വന്നിട്ട് 7 മാസം ആവുന്നു. സാധാരണഗതിയിൽ ഒരു റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ 3 മാസത്തിനകം അടുത്ത അപ്പോയിന്റ്മെന്റ് ഓർഡർ വരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ 7 മാസം കഴിഞ്ഞിട്ടും യാതൊരുവിധ പോസിറ്റീവ് റിപ്ലൈസും ഉണ്ടായിട്ടില്ല. LP സ്കൂൾ അധ്യാപക ഒഴിവിലേക്ക് PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ദുരവസ്ഥയാണിത്. 2025 മെയ് മാസമാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. എന്നാൽ ഈ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 8ഓളം ജില്ലകളിൽ ഇതുവരെ നിയമനം നടന്നിട്ടില്ല എന്നതാണ് ഉദ്യോഗാർത്ഥികൾ ഉയർത്തി കാണിക്കുന്നത്. ഇത്രയും പ്രതീക്ഷയോടെ എക്സാം എഴുതിയ ഒരു പരീക്ഷ വേറെ ഇല്ല. എന്നാൽ ഇത്രയും നിരാശ വന്ന ഒരു ലിസ്റ്റും വേറെ ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ 50ഓളം റിട്ടയർമെന്റ് ഇപ്പൊ ഞങ്ങളുടെ കാലയളവിൽ വന്നു കഴിഞ്ഞു. ഒന്നുപോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സർക്കാർ LP സ്കൂളുകളിൽ നിലവിൽ പിന്തുടരുന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30 ആണ്. ഇത് ഗ്രാമീണ തലത്തിലെങ്കിലും 1:25 ആക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. ഇതുവഴി ഡിവിഷൻ നഷ്ടമാകുന്നത് ഗണ്യമായി കുറയുകയും കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയും വിദ്യാഭ്യാസ നിലവാരവും ലഭിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ എന്ന് പറയുന്നത് 1:30 ആണ്. അത് 1:25 ആക്കണം എന്നായിരുന്നു നമ്മുടെ ആവശ്യം. കാര്യം അവർ പറയുന്നത് കുട്ടികളുടെ ജനന നിരക്ക് കുറവാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് കാലത്തിന്റെ ഒരു ആവശ്യമാണ് ഇത് റാങ്ക് നമ്മുടെ റേഷ്യോ കുറയ്ക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടെ മെച്ചപ്പെടും നമ്മുടെ 1:25 ആക്കുകയാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം HTV എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അവിടെ ഇപ്പോൾ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന ഏത് സ്കൂളിലെ ത്രോൺ ഔട്ട് ആയിട്ടുള്ള ഡിവിഷൻ ഫോൾ സംഭവിച്ച് ത്രോൺ ഔട്ട് ആയിട്ടുള്ള അധ്യാപകരാണ്. ശരിക്കും ആ പോസ്റ്റിലേക്ക് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ത്രോൺ ഔട്ട് ആകുന്ന ടീച്ചേഴ്സിനെ അവിടേക്ക് അക്കോമഡേറ്റ് ചെയ്താൽ ഞങ്ങളുടെ റിട്ടയർമെന്റ് വേക്കൻസി ഞങ്ങൾക്ക് ലഭിക്കും. ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ച് DLED പോലെ 2 വർഷത്തെ കോഴ്സ് ചെയ്തതിന് ശേഷം ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നത്. നമുക്ക് അതിന്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, നമുക്ക് അതിന്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. നിലവിൽ LP സ്കൂളുകളിലെ പ്രഥമാധ്യാപകന് 2ാം ക്ലാസുകളുടെ ചാർജും നൽകിയിട്ടുണ്ട്. ഇതിലും മാറ്റം അനിവാര്യമാണെന്നും അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ കാലോചിതമായ ഉന്നമനത്തിന് കാരണമാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പക്ഷം. നിലവിലെ റാങ്ക് ലിസ്റ്റ്